നമ്മളിനി അടുത്ത മൊഡ്യൂൾ 2-ലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ അങ്ങനെ നോക്കുന്ന ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഈ ചാപ്റ്ററിലും സൊല്യൂഷന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെയാണ് തിയറം എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം ഫോർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്. ഇവിടെ എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയറത്തില് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. y ഡബിൾ ഡാഷ് പ്ലസ് p of t into y dash plus q of t into y that's equal to g of t, where initial conditions തന്നിട്ടുണ്ട് y of t naught equal to y naught and y dash of t naught equal to y1. ഇങ്ങനെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ p q g എന്ന് പറയുന്നത് എന്താ, കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ് ഓൺ ആൻ ഇന്റർവെൽ i എന്ന് പറയുന്ന ഇന്റർവെല്ല് ഈ മൂന്ന് ഫങ്ഷൻസ് പിയും ക്യൂവും ജിയും കണ്ടിന്യൂസ് ആണ്. കൂടാതെ ഈ ഇനീഷ്യൽ കണ്ടീഷനിൽ തന്നിരിക്കുന്ന ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റും എവിടെയുണ്ട്, ഈ ഇന്റർവെൽ തന്നെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. y ഈക്വൽ ടു 5 ഓഫ് ടി എന്ന് പറയുന്ന ഒരു സൊല്യൂഷനേ ഉണ്ടായിരിക്കുള്ളൂ ഈ ഒരു പ്രോബ്ലത്തിന്. ആ സൊല്യൂഷൻ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, ഈ ഇന്റർവെല്ല് ത്രൂ ഔട്ട് ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് എന്ന് പറയുന്നത്. യുണീക്നെസ് എന്ന് പറയുന്നത് എന്താ, ഒരേ ഒരു സൊല്യൂഷൻ. അതാണ് യുണീക്നെസ് എന്നുള്ള വേർഡിന്റെ മീനിങ്. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇതിലെ പി ക്യു ജി എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഈ ഇന്റർവെൽ ഐ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ല് കണ്ടിന്യൂസ് ആണ്. കൂടാതെ ഈ ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റും എന്തിലുണ്ടാവണം, ഐയിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, y ഈക്വൽ ടു 5 ഓഫ് ടി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഈ ഇന്റർവെല്ല് ഉണ്ടായിരിക്കും. ഈ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ഈ ഇന്റർവെല്ല് ഉണ്ടായിരിക്കും. ഇതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം എന്നുള്ളത് പറയുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം ആണ് ചെയ്തിരിക്കുന്നത്. തന്നിരിക്കുന്ന പ്രോബ്ലം ഇതാണ്, ടി സ്ക്വയർ മൈനസ് 3t ഇൻറ്റു y ഡബിൾ ഡാഷ് പ്ലസ് ടി വൈ ഡാഷ് മൈനസ് t പ്ലസ് 3 into y equal to 0. Initial conditions y of 1 equal to 2 and y dash of 1 equal to 1. ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ലോങ്സ്റ്റ് ഇന്റർവെൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരണം. ജനറൽ ഫോമിൽ എന്താ, y ഡബിൾ ഡാഷിന് കോഎഫിഷ്യന്റ് ഇല്ല. സോ എന്ത് ചെയ്യണം, നമ്മള് ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും, ടി സ്ക്വയർ മൈനസ് 3t കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ y ഡബിൾ ഡാഷ് പ്ലസ് ടി ബൈ ടി കോമൺ ആയിട്ട് ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ ടി മൈനസ് 3 y ഡാഷ് മൈനസ് ടി പ്ലസ് 3 ബൈ ടി ഇൻറ്റു ടി മൈനസ് 3 y ഈക്വൽ ടു 0. ടി ടി ക്യാൻസൽ ചെയ്ത് പോയി. ഇങ്ങനെ വരും നമ്മുടെ എന്ത്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി എന്ത് വേണം, നമുക്കറിയാം പി ക്യു ജി എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് വേണം, ഈ രണ്ട് ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആയി. അപ്പൊ ഇത് എന്ത് വരും, കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് ആവാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിരിക്കണം എപ്പോഴും. ഇത് ഏതൊക്കെ പോയിന്റിലാണ് കണ്ടിന്യൂസ് അല്ലാണ്ടിരിക്കുക, ടി ഈക്വൽ ടു 3-ലോ ടി ഈക്വൽ ടു 0-ലും. ഈ രണ്ട് പോയിന്റിലും ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് വെച്ച് ബാക്കി എല്ലാ റിയൽ ലൈനിലും എന്തായിരിക്കും, ഫംഗ്ഷൻ പി ക്യൂ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കും. ജി എന്നുള്ളത് 0 ആണ്, അതുകൊണ്ട് നോക്കണില്ല. അപ്പൊ പി ക്യൂ ഈ രണ്ട് പോയിന്റിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്, സോ ഈ കോഎഫിഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്റർവെൽ നമുക്ക് എന്ത് പറയാം, 0 ലെസ് ദാൻ t ലെസ് ദാൻ 3. കാരണം ഈ ഒരു ഇന്റർവെൽ എടുക്കാൻ കാരണം എന്താ, നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷനിലെ ഈ ടി വാല്യൂ ഉണ്ടായിരിക്കേ വേണം ആ ഇന്റർവെല്ലിൽ. എന്നാൽ മാത്രമല്ലേ സൊല്യൂഷൻ ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് ഇങ്ങനെ പറയാം, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ടി തൊട്ട് 0 വരെ, പിന്നെ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 3 വരെ, 3 ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ മൂന്ന് ഇന്റർവെല്ലും ഫംഗ്ഷൻസ് പി ക്യു ജി എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ എന്ത് വേണം, നമ്മുടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം പ്രകാരം ഇനീഷ്യൽ കണ്ടീഷനിൽ തന്നിരിക്കുന്ന ടി എന്ന് പറയുന്ന പോയിന്റും ആ ഇന്റർവെല്ലിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഇന്റർവെല്ലിൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, സൊല്യൂഷൻ ഉണ്ടായിരിക്കുള്ളൂ. കണ്ടിന്യൂസ് ആയിരിക്കണം, ടി നോട്ടും
ഉണ്ടായിരിക്കണം. ആ ഒരു ഇന്റർവെല്ലിൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവെൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് ഇതിൽ ഏതാ? ഈ ഒരു ഇന്റർവെല്ല്. അപ്പൊ 0 t 3 എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത്രയാണ് ആ തിയറം പറയുന്നത്. ഇനി അടുത്തത് വേറൊരു പുതിയ ടേം ആണ് റോൺസ്കിയൻ. റോൺസ്കിയൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലീനിയർ ഇൻഡിപെൻഡൻസും ഡിപെൻഡൻസും ചെക്ക് ചെയ്യാനുള്ള അനദർ മെത്തേഡ് അല്ലെങ്കിൽ ഒരു അനദർ പാരാമീറ്റർ ആണ് റോൺസ്കിയൻ എന്ന് പറയുന്നത്. ഈ റോൺസ്കിയൻ എന്ന് പറയുന്നത് ഇഫ് y1 and y2 are solutions of y double dash plus p of t into y dash plus q of t into y that's equal to 0. ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ മാത്രമേ റോൺസ്കിയൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് y1 y2 എങ്കിൽ റോൺസ്കിയൻ ഡിഫൈൻ ചെയ്യുന്നത് റോൺസ്കിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സ്പെല്ലിംഗ്. റോൺസ്കിയൻ ഡിനോട്ട് ചെയ്യുന്നത് W എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. റോൺസ്കിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 dash y2 dash. ഇങ്ങനെയാണ് രണ്ട് സൊല്യൂഷൻസിന്റെ റോൺസ്കിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാ? y1 y2 y1 dash y2 dash that's equal to y1 y2 dash minus y2 y1 dash. അങ്ങനെയാണ് എന്ത് രണ്ട് സൊല്യൂഷൻസിന്റെ റോൺസ്കിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ റോൺസ്കിയൻ ഓഫ് y1 and y2 not equal to 0 ആണെങ്കിൽ surely these y1 and y2 form a fundamental set of solution. Fundamental set of solution or basis. When the Wronskian not equal to 0 ആണെങ്കിൽ surely we can say that these y1 and y2 form a fundamental set of solution or basis. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിരുന്നത്? y1 by y2 ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർലി ഡിപെൻഡന്റ്. നോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്തായി? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതെന്തായി? ബേസിസ് ഫോം ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ വേറൊരു ഡെഫിനിഷൻ കൂടി വന്നിരിക്കുകയാണ്. ബേസിസ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ബേസിസ് ഫോം ചെയ്യണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ബേസിസ് ഫോം ചെയ്യണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് തരത്തിൽ ചെയ്യാം. y1 and y2 form a basis. രണ്ട് തരത്തിൽ ചെയ്യാം. y1 by y2 not equal to k or Wronskian of y1 y2 not equal to 0. ഈ രണ്ട് കണ്ടീഷനിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്താലും അല്ലെങ്കിൽ ഏത് ചെക്ക് ചെയ്താലും നമുക്ക് എന്ത് പറയാം? y1 y2 ഫോം എ ബേസിസ് ഓർ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. ഇങ്ങനെ രണ്ട് ടേംസ് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് റോൺസ്കിയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. റോൺസ്കിയൻ കാണാനോ അല്ലെങ്കിൽ റോൺസ്കിയൻ യൂസ് ചെയ്തിട്ട് ബേസിസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. റോൺസ്കിയൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. y1 equal to e raised to minus 2t and y2 equal to e raised to minus 3t. അപ്പൊ ഇതിന്റെ റോൺസ്കിയൻ എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് y1 y2 that is e raised to minus 2t and e raised to minus 3t. പിന്നെ y1 dash that is minus 2 e raised to minus 2t minus 3 e raised to minus 3t. അപ്പൊ എന്ത് വരും ഡിറ്റർമിനന്റ് കാണുമ്പോ? minus 3 into e raised to minus 2t into e raised to minus 3t plus 2 into e raised to minus 2t into e raised to minus 3t that is minus 3 e raised to minus 5t plus 2 e raised to minus 5t minus 3 plus 2 minus e raised to minus 5t that's not equal to 0. ഇതൊരു വേരിയബിൾ അല്ലേ? അതുകൊണ്ട് തന്നെ ഇത് എന്ത് പറയാം? Wronskian not equal to 0 ആയതുകൊണ്ട് ഈ രണ്ട് സൊല്യൂഷൻ ഫോം എ ബേസിസ് ഓർ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് രണ്ട് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. y1 of t equal to e raised to r1t and y2 of t equal to e raised to r2 of t are
solutions of an equations of the form y double dash plus p of t into y dash plus q of t into y that's equal to 0. ഇങ്ങനെയാണെങ്കിൽ show that they form a fundamental set of solutions if r1 not equal to r2. r1 not equal to r2 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവർ എന്ത് ഫോം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഫോം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം, റോൺസ്കിയൻ കണ്ടെത്താം. നമുക്ക് ആദ്യം തന്നെ റോൺസ്കിയൻ എന്ത് വരും, e raised to r1t e raised to r2t r1 e raised to r1t r2 e raised to r2t എന്ത് വരും, r2 e raised to r1t into e raised to r2t exponential law വെച്ചിട്ട് e raised to r1 plus r2 into t minus r1 into e raised to r1 plus r2 into t. So e raised to r1 plus r2t common ആയിട്ട് ഔട്ട്സൈഡിലേക്ക് എടുത്തു. So we get r2 minus r1. ഇനി എന്താ ക്വസ്റ്റ്യൻ, show that they form a fundamental set of solutions if r1 not equal to r2. Fundamental set of solutions form ചെയ്യണമെങ്കിൽ എന്ത് വേണം, റോൺസ്കിയൻ not equal to 0 ആയിരിക്കണം. റോൺസ്കിയൻ not equal to 0 ആയിരിക്കണം. അതായത് ഈ ഒരു സംഭവം not equal to 0 വരണം. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കില്ല. അതായത് e raised to r1 plus r2 of t not equal to 0 ആയിരിക്കും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും 0 വരില്ല. പിന്നെ ആരാണ് അവിടുത്തെ നിർണ്ണയിക്കുന്ന ആൾക്കാർ, r2 മൈനസ് r1. അപ്പൊ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഫോം ചെയ്യണമെങ്കിൽ ഈ r2 മൈനസ് r1 എന്ത് വരണം, നോട്ട് ഈക്വൽ ടു 0 വരണം. അതായത് r2 നോട്ട് ഈക്വൽ ടു r1 ആവണം. അപ്പൊ r2 നോട്ട് ഈക്വൽ ടു r1 ആയാൽ മാത്രമേ ഈ രണ്ട് സൊല്യൂഷൻ എന്ത് ഫോം ചെയ്യുള്ളൂ, ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഫോം ചെയ്യുള്ളൂ. ഇതിൽ മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യം രണ്ടാണ്. എന്തൊക്കെയാ, എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം. എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ടേംസ് ആയ പി ക്യു ജി ഇത് എന്തായിരിക്കണം, ഐ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലില് കണ്ടിന്യൂസ് ആയിരിക്കണം, പ്ലസ് ആ ഇനീഷ്യൽ കണ്ടീഷനിലെ ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റും ഈ ഐ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഉണ്ടെങ്കിൽ surely we can say that there exists exactly one solution in that interval. ഒരു സൊല്യൂഷനെ ആ എന്ന് പറയുന്ന ഇന്റർവെൽ ഉണ്ടായിരിക്കുള്ളൂ. അടുത്ത നമ്മൾ പറഞ്ഞത് റോൺസ്കിയനെ കുറിച്ചാണ്. എന്താ റോൺസ്കിയൻ, രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, y1 y2 ഉണ്ടെങ്കിൽ അവയുടെ റോൺസ്കിയൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിറ്റർമിനന്റ് ഓഫ് y1 y2 y1 dash y2 dash. ഇനി റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ surely we can say that these y1 and y2 form a basis or fundamental set of solutions.